നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ CPM നേതൃത്വത്തിൽ സമരം തുടങ്ങി. കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. റോഡ് സുരക്ഷാ നിയമം പിൻവലിക്കുകയെന്നാവശ്യം. CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപനം. ജനസംഖ്യാ സ്ഥിരതാ പക്ഷാചരണം ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം പെരിയയിൽ നടന്നു. ബൈന്ദൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ സർവീസ് നിർത്തലാക്കാൻ നീക്കം. പ്രതിഷേധവുമായി DYFI. നഗരത്തിൽ വീണ്ടും മാലിന്യം തള്ളി. പ്രതിഷേധവുമായി നാട്ടുകാർ. ആധാരമെഴുത്ത് മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. പ്രത്യക്ഷ സമരവുമായി ആധാരമെഴുത്ത് അസോസിയേഷൻ. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന് പുതിയ സാരഥികൾ. സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ CPIM കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് ധർണ സംഘടിപ്പിച്ചു. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയാണ് CPIM കേന്ദ്ര കമ്മിറ്റി സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഇതിന്റെ ഭാഗമായാണ് ജില്ലയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധ വാരമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് 2 വർഷം പൂർത്തിയാകുന്ന NDA സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാട്ടുന്ന നിലയിൽ ദേശീയ തലത്തിൽ ഇത്തരമൊരു സമര പരിപാടി തീരുമാനിച്ചിട്ടുള്ളൂ. അതിന്റെ ഭാഗമായി ഓരോ സംസ്ഥാനത്തും വിവിധ തലത്തിലുള്ള സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഇന്നലെയാണ് ഈ പ്രതിഷേധ വാരത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ സമരപരിപാടികൾ നടന്നത്. ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ 10,000 പങ്കെടുത്ത വലിയ പ്രതിഷേധ റാലി നടന്നതിന്റെ വാർത്ത ഇന്നത്തെ പത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. A. കൃഷ്ണൻ അധ്യക്ഷനായി. P. നാരായണൻ, MK നാരായണൻ, DV അമ്പാടി, മൂലക്കണ്ടം പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ CPM നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ക്യാമ്പയിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് CPM പ്രതിഷേധ മാർച്ച് നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. CPM കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് CPM ജില്ലാ കമ്മിറ്റി മെമ്പർ E. പത്മാവതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന BJPയുടെ സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ തങ്ങളുടെ 2ാം വാർഷികം ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ അവകാശവാദങ്ങൾ BJPയുടെ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് 2 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.
മറ്റെല്ലാ മേഖലകളിലും ഈ രാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു പട്ടികയിലേക്ക് ഈ രാജ്യത്തെ മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് BJP-കാർ പ്രചരിപ്പിക്കുന്നത്. ഏരിയ കമ്മിറ്റി മെമ്പർ TMA കരീം അധ്യക്ഷത വഹിച്ചു. എല്ലാ ഒഴിവുള്ള തസ്തികകളിലും നിയമനം നടത്തുക, പട്ടികജാതി പട്ടികവർഗ നിയമന കുടിശ്ശിക നികത്തുക, സ്വകാര്യ മേഖലയിലും സംവരണം ഉറപ്പാക്കുക, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ നഗരങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരിക, പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടിയും വിലയും കുറയ്ക്കുക, അവശ്യ സാധനങ്ങൾ പൊതുവിതരണ സംവിധാനത്തിൽ നിയന്ത്രിത വിലയ്ക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CPM നേതാക്കളായ KA മുഹമ്മദ് ഹനീഫ, PV കുഞ്ഞമ്പു, K ഭാസ്കരൻ, M രാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. BR ഗോപാലൻ, K ഭുജംഗശെട്ടി, റഫീഖ് കുന്നിൽ, K കുഞ്ഞിരാമൻ, V കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മോട്ടോർ വ്യവസായം തകർക്കുന്ന റോഡ് സുരക്ഷാ നിയമം പിൻവലിക്കുകയെന്നാവശ്യം മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന റോഡ് സുരക്ഷാ നിയമം പിൻവലിക്കുക, മോട്ടോർ വ്യവസായം തകർക്കുന്ന റോഡ് സുരക്ഷാ നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജൂലൈ മാസം 17-ാം തീയതി ഒന്നാമത്തെ സമ്മേളനം 2-3 ഏരിയകളിലായി ആരംഭിക്കുക. ആഗസ്റ്റ് മാസം 21-ഓടുകൂടി നമ്മുടെ ഏരിയ സമ്മേളനം പൂർത്തിയായി. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സമ്മേളനങ്ങളിലെല്ലാം സജീവമായി പങ്കെടുക്കേണ്ടവരാണ് ഈ പങ്കെടുക്കുന്ന നേതാക്കൾ. വിവരം ലഭിക്കുമ്പോൾ കൃത്യമായി ഏരിയ അടിസ്ഥാനത്തിൽ നിന്ന് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം. ജില്ലാ സമ്മേളനത്തിൽ നിശ്ചയിക്കപ്പെട്ട രീതിയിൽ പങ്കെടുക്കണം. ജില്ലാ സമ്മേളനത്തിൽ പ്രകടനമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സമ്മേളനങ്ങളുടെ വർഷമാണ് ഈ വർഷം. ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചും നമ്മുടെ വ്യവസായത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങളാണ് നിങ്ങൾ മുമ്പ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന പോലെ പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം എല്ലാ രാജ്യത്തും ലോകത്തെല്ലാ സ്ഥലത്തും പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികൾ എല്ലാവരും നിലനിൽപ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. DV അമ്പാടി, ഗിരികൃഷ്ണൻ, പ്രശാന്ത് കരിച്ചേരി, രാജൻ കരിച്ചേരി, K പ്രഭാകരൻ, ബാബു പനത്തടി, K സുരേന്ദ്രൻ, K രാഘവൻ, കൃഷ്ണൻ വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ജനസംഖ്യാ സ്ഥിരത പക്ഷാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം ജൂലൈ 11 മുതൽ 27 വരെ സംഘടിപ്പിക്കുന്ന ജനസംഖ്യാ സ്ഥിരതാ പക്ഷാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. കൗമാരപ്രായക്കാർക്കും യുവജനങ്ങൾക്കും ജനസംഖ്യാ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിക്കുക, ആരോഗ്യ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അർഹരായ ദമ്പതിമാരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക, കുടുംബക്ഷേമ മാർഗങ്ങളെക്കുറിച്ച് ലഘുലേഖ, മറ്റു ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങിയ പരിപാടികളാണ് ജനസംഖ്യാ സ്ഥിരതാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടക്കുന്നത്. പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പെരിയ കേന്ദ്ര സർവകലാശാലയിൽ നടന്നു. ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ഡീൻ പ്രൊഫസർ MS ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. There are also situations in which the sex balance changes as a result of persistent conflict. For example, in Afghanistan and so on, at one point in time, the male to female ratio had deteriorated to very low levels, in the sense that there weren't enough men to take care and give protection to the females. Same kind of situation exists in several African countries like Congo. As the chairperson had talked about several cases of child marriage, targeting of particularly young girls. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MC വിമൽരാജ് അധ്യക്ഷനായി. ഇക്കണോമിക്സ് വിഭാഗം തലവൻ പ്രൊഫസർ ബൈജു, ഡീൻ ഡോക്ടർ അബ്ദുൽ കരീം, സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ ദിലീപ് ജോൺ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ A മുരളീധര നല്ലൂരായ, സോഷ്യൽ വർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ദിവാകർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനവും നടന്നു. നഗരഹൃദയത്തിൽ മാലിന്യം തള്ളി. സിറ്റി ഹോസ്പിറ്റലിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ് മാലിന്യം നിക്ഷേപിച്ചത്.
മാലിന്യം തള്ളുന്നത് തടയാൻ നടപടി കർശനമാക്കുമെന്ന് നഗരസഭാ അധികൃതർ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ നോർത്ത് കോട്ടച്ചേരിയിൽ മാലിന്യം തള്ളി. നോർത്ത് കോട്ടച്ചേരി സിറ്റി ഹോസ്പിറ്റൽ പരിസരത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. നിത്യേന നൂറുകണക്കിന് യാത്രികരെത്തുന്ന സ്ഥലത്താണ് മാലിന്യ കൂമ്പാരം ഒരുക്കിയിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർ തള്ളിയ മാലിന്യം നാട്ടുകാർക്ക് ദുരിതമായിരിക്കുകയാണ്. നേരത്തെ കാഞ്ഞങ്ങാട് നഗരത്തിലെ സമീപ റോഡുകളിൽ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. ഇപ്പോൾ നഗരത്തിൽ തന്നെ മാലിന്യം തള്ളാനുള്ള ഇടം കണ്ടെത്തുകയാണ് ഉണ്ടായത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ കാലമായി നോക്കി കാണുന്നു, ഇതുവരെ ആരും ക്ലീനിങ്ങിന് വരെ ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതെല്ലാം ക്ലീൻ ചെയ്ത ഗ്ലാസ് അടക്കം എല്ലാം മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കി തരണം. ഞങ്ങൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണിത്. അതെ, വേസ്റ്റ്, അതെ, കുട്ടികളുടെ പാമ്പേഴ്സും മറ്റേ അതെ എല്ലാ കച്ചറകളും ഇവിടെ വന്നിട്ട് കൂടുന്നുണ്ട്. ആരാണെന്നില്ല അറിയില്ല, ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടിയെടുക്കണമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളുമാണ് മാലിന്യ കൂമ്പാരത്തിലുള്ളത്. പകർച്ചവ്യാധികൾ വ്യാപകമാകുമ്പോഴും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ആധാരമെഴുത്ത് അസോസിയേഷൻ ജൂലൈ 13 സബ് രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ആധാരം എഴുതി വാങ്ങുന്ന ആർക്കും ആധാരം തയ്യാറാക്കാമെന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണാ സമരം നടന്നത്. ജൂലൈ 13 ആധാരമെഴുത്തുകാർ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിക്കും. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്ത പക്ഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആധാരമെഴുത്തുകാർ സ്ഥിരമായ സമരക്കാരാണ് എന്നുള്ളൊരു പ്രതീതി വരുന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ഞങ്ങളുടെ അനുഭവം. തീർച്ചയായും വരുന്ന ഓരോ നിയമങ്ങളും ഞങ്ങളെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ആധാരം സ്വയം എഴുതാം എന്ന രീതിയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് എടുത്തിട്ടുള്ളൊരു തീരുമാനം പുതിയ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഉത്തരവിലൂടെ പുറത്തിറങ്ങി. അത് ഒരു ദേശീയ പത്രം വലിയ വാർത്തയായി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശങ്കരൻ നമ്പൂതിരി, വി മാധവൻ നായർ, സുനിൽകുമാർ കൊട്ടറ, PR കുഞ്ഞിരാമൻ, PP കുഞ്ഞികൃഷ്ണൻ നായർ, M ശ്രീധരൻ, P മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹവും സാഹോദര്യവും ആദ്യമുണ്ടാകേണ്ടത് കുടുംബ ബന്ധങ്ങളിൽ നിന്നാണെന്നും അതിന് മുറിവേറ്റാൽ ജീവിതത്തിന് അർത്ഥമില്ലാതാകുമെന്നും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യ കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനമേക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനമേൽക്കൽ ചടങ്ങ് നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യ ഉദ്ഘാടനം ചെയ്തു. ആഴത്തിൽ കുടുംബ ബന്ധമുള്ളവർക്ക് നല്ല സാമൂഹിക പ്രവർത്തകനാകാൻ കഴിയൂവെന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര തിരക്കേറിയ ജീവിതത്തിലും മറ്റൊരാളുടെ പ്രയാസം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ഒരാൾ നല്ല മനുഷ്യനാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിശബ്ദ വിപ്ലവത്തിലൂടെയാണ് റോട്ടറി ക്ലബ്ബുകളുടെ സാമൂഹ്യ സേവനം. അത് നാടൊട്ടാകെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അയാൾ ആരോ ഒരു ധോബിന്റെ വാക്ക് കേട്ടിട്ട് വൈഫിനെ വിട്ടു, ഒരു പ്രഗ്നന്റ് ലേഡിനെ വിട്ടു, അഗ്നി പരീക്ഷ ചെയ്തു, പിന്നെ കാട്ടിൽ എക്സൈലാക്കി, വനവാസാക്കി. പക്ഷെ രാവണൻ എന്താ ചെയ്തു? ഒരു അനിയത്തെ കഷ്ടത്തിൽ ഉണ്ടാവുമ്പം മൊത്തം he gave away his kingdom. To protect her, he kidnapped a lady, but he didn't even touch her. Now, as a brother, he has protected the sister. As a revenge, he has kidnapped a lady, but he has not touched her. Now, this small girl asked, "Don't you think I require a brother like Ravanan? Who wants Rama?" Now, that is the perception. So, my example out here is how you look at things and how you answer, you get to know about things are two different things. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന SLC+1 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ട്യൂഷനും എൻട്രൻസ് പരിശീലനവും നൽകാനുള്ള മിഡ് ടൗൺ റോട്ടറിയുടെ ധാരണാപത്രം അസിസ്റ്റന്റ് ഗവർണർ MS പ്രദീപ് 10 ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ T സുരേഷിന് കൈമാറി. M അരുൺ, C ജഗന്നാഥ്, VV രാജേഷ്, BN പൈ, K രാജേഷ് കാമത്ത്, TJ സെബാസ്റ്റ്യൻ, B മുകുന്ദപ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി M രാജീവനെ പ്രസിഡന്റായും B മുകുന്ദപ്രഭു സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു.
കെ നാരായണൻ നായരെ വൈസ് പ്രസിഡന്റായും ഡോക്ടർ സഞ്ജിത് പി സൈമൺ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. എം ശിവദാസിനെ ജോയിന്റ് സെക്രട്ടറിയായും കെ ആർ മോഹൻകുമാറിനെ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. മഴ കനത്തു. കാഞ്ഞങ്ങാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. മഴയോടൊപ്പം എത്തിയ കനത്ത കാറ്റ് കാഞ്ഞങ്ങാട് നഗരത്തിൽ നാശം വിതച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ വീശിയ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. കുന്നുമ്മൽ മേലാങ്കുട്ട് റോഡിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ബൈന്ദൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ സർവീസ് നിർത്തലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യുവാക്കൾ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. റെയിൽവേയുടെ അശാസ്ത്രീയമായ റൂട്ടും സമയക്രമീകരണവും യാത്രക്കാർ കുറയാൻ കാരണമാകുന്നതായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. രാവിലെ പുലർച്ചെ കണ്ണൂരിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെടുന്നു. ആ പുറപ്പെടുന്ന സമയത്ത് കാസർഗോഡേക്ക് എത്തുമ്പോൾ കാസർഗോഡ് ഒരു മണിക്കൂറോളം ആ ട്രെയിൻ അകാരണമായി പിടിച്ചെടുത്തു. ആ ട്രെയിൻ നേരെ മംഗലാപുരം സെൻട്രൽ പോകുന്നില്ല, നേരെ കന്നനാട് വഴിയാണ് പോകുന്നത്. എന്താണ് അതിനെക്കുറിച്ചുള്ള യാത്ര? അപ്പൊ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ അകാരണമായി മണിക്കൂറുകളോളം വെറുതെ എല്ലാ ദിവസവും വിളിച്ചേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മംഗലാപുരത്ത് ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തൊഴിൽ ശാലകളിലേക്കും എല്ലാം പോകുന്ന നിരവധി ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമായി ഈ ട്രെയിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. എന്നാൽ മംഗലാപുരം സെൻട്രൽ ഒന്നും ടച്ച് ചെയ്തില്ല, നേരെ കക്കനാട് വഴി പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് മംഗലാപുരത്തിനെ ആശ്രയിക്കുന്ന പല ആളുകൾക്കും ഈ ട്രെയിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. അനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് കണ്ണൂരിലെത്തുന്ന പാസഞ്ചർ പിറ്റേന്ന് രാവിലെ വരെ കണ്ണൂരിൽ നിർത്തിയിടുന്നതിന് പകരം ഗുരുവായൂർ വരെ സർവീസ് നടത്തിയാൽ കൂടുതൽ ആളുകൾക്ക് അത് ഉപകാരപ്രദമാകും. നിലവിൽ കണ്ണൂരിൽ നിന്നും പുലർച്ചെ 4:15 ട്രെയിൻ പുറപ്പെടുന്നത്. അതിനാൽ കൊല്ലൂരിലേക്കോ സീസൺ യാത്രക്കാർക്കോ ആശ്രയിക്കാനാവുന്നില്ല. ട്രെയിൻ സമയത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ കൂടുതൽ യാത്രക്കാർക്ക് ഇതിന്റെ സേവനം ഉപയോഗപ്പെടുത്താനാകുമെന്നും നഷ്ടത്തിലാകാതെ ഓടിക്കാനാവുമെന്നും മണികണ്ഠൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ്, പി ശിവപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 2016 ജൂൺ 1 മുതൽ 4 വരെ കണ്ണൂരിൽ വെച്ച് ചേർന്ന 24ാം സംസ്ഥാന സമ്മേളന തീരുമാനങ്ങളും തുടർന്നുള്ള പരിപാടികളും വിശദീകരിക്കുന്നതിനായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. KSSPU ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 25ാം ജൂബിലി സമ്മേളനമായതുകൊണ്ട് 25ാം സംസ്ഥാന സമ്മേളനം ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ സ്വാസനം കമ്മിറ്റി കഴിഞ്ഞ 28/9/2015 കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ചിട്ടയായി ഒരു വർഷത്തെ വാർഷിക പരിപാടികൾ മുൻകൂട്ടി തയ്യാറാക്കി അത് പ്രകാരം ചിട്ടയോടെ പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് പെൻഷൻസ് യൂണിയൻ നടത്തിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, മരമാണ് മറുപടി എന്നീ വിഷയങ്ങളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിസര വിഭാഗം കൺവീനർ പ്രൊഫസർ എം ഗോപാലൻ പ്രഭാഷണം നടത്തി. TV നാരായണൻ, A നാരായണൻ മാസ്റ്റർ, പി ഗോപാലൻ, ബി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം 2016 സംഘടിപ്പിച്ചു. സ്കൂൾ PTA-യുടെയും SMC-യുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ SLC പരീക്ഷയിൽ 100% വിജയം നേടിയ മുഴുവൻ കുട്ടികളെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാര ജേതാക്കളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. സംസ്ഥാനത്തെ മികച്ച സ്കൗട്ട് മാസ്റ്റർക്കുള്ള ചാണ്ടപ്പിള്ള എൻഡോവ്മെന്റ് അവാർഡ് നേടിയ VK ഭാസ്കറിനെയും ചടങ്ങിൽ അനുമോദിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV തങ്കമണി വിജയോത്സവം 2016 ഉദ്ഘാടനം ചെയ്തു. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭൂപേഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് കുമാർ, മുസ്തഫ തായന്നൂർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ M ഭാസ്കരൻ, PTA പ്രസിഡന്റ് C രാജൻ, അഷ്റഫ് കൊട്ടോടി, ബിന്ദു N നായർ, PM മധു, P രവി തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂരിലെ BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BMS പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടത്തി.
അന്നൂരിലെ BMS പ്രവർത്തകൻ രാമചന്ദ്രന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ BMS പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് നന്മ പകരുന്നവർ നാടിന്റെ വെളിച്ചമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ യൂണിറ്റ് സംഘടിപ്പിച്ച കാരുണ്യ സ്പർശം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിർവഹിക്കുകയാണ്. എത്രയോ പത്രപ്രവർത്തകരെ രംഗത്ത് പ്രവർത്തിക്കുന്ന ലോകത്തെ ഫോട്ടോഗ്രാഫർമാർക്ക് പ്രതിക്ഷോഭത്തിന്റെ യുദ്ധമേഖലയിൽ പ്രതിക്ഷോഭം ഒടുവിലൂടിയിട്ടുള്ള ആവർത്തനമായ പ്രത്യാഘാതങ്ങൾ ഉദയിക്കെടുക്കുന്ന ദുരന്തഭൂമിയിൽ അവിടെ പോയി ജീവനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയായിരുന്ന കാലത്ത് അന്ത്യയുദ്ധം തുടങ്ങിയ സന്ദർഭത്തിൽ അവിടെ പോകാൻ പട്ടാളവേഷം ധരിച്ച് പോകാൻ ഞാൻ കുറേക്കുവാൻ അവസരം നൽകി. മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫർമാരുടെ അന്ന് ഇത്രയും ആധുനികമായ ക്യാമറകളോ അല്ലെങ്കിൽ ചാനലുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടമാണ് നിങ്ങളോട്. സത്യം പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധഭൂമിയിലേക്ക് മറ്റൊന്നും നോക്കാതെ സംഭവങ്ങളെ പകർത്തിയെടുക്കാൻ ഫോട്ടോഗ്രാഫർമാർ നടത്തിയുള്ള ശ്രമം ഞാൻ പോകുകയാണ്. പറഞ്ഞാൽ പലരും ജീവൻ തിരിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ നിർവഹിക്കുന്നത്. നന്മ ചെയ്യുന്നതിലൂടെ മനുഷ്യർ ജീവിത കർത്തവ്യമാണ് നിറവേറ്റുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിർധന രോഗികൾക്ക് ചടങ്ങിൽ സഹായധനം കൈമാറി. അതുപോലെ തന്നെ സക്കീന പള്ളിക്കൽ, മിനി പാല, രജീഷ് മൈജ, സംസ്ഥാനതല ഫോട്ടോഗ്രഫി മത്സരത്തിൽ ജേതാക്കളായവർക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. എം വിനോദ് കുമാർ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, KP വത്സരൻ, VV ചന്ദ്രൻ, ലത്തീഫ് നീലഗിരി, വിനു മൈമൂൺ, അനൂപ് ചന്ദേര, MV ഉദ്ദേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ CPM നേതൃത്വത്തിൽ സമരം തുടങ്ങി. കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. റോഡ് സുരക്ഷാ നിയമം പിൻവലിക്കുകയെന്ന ആവശ്യം. CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപനം. ജനസംഖ്യാ സ്ഥിരതാ പക്ഷാചരണം ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം പെരിയയിൽ നടന്നു. ബൈന്ദൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ സർവീസ് നിർത്തലാക്കാൻ നീക്കം. പ്രതിഷേധവുമായി DYFI. നഗരത്തിൽ വീണ്ടും മാലിന്യം തള്ളി. പ്രതിഷേധവുമായി നാട്ടുകാർ. ആധാരമെഴുത്ത് മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. പ്രത്യക്ഷ സമരവുമായി ആധാരമെഴുത്ത് അസോസിയേഷൻ. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന് പുതിയ സാരഥികൾ. സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.